വളരെ വേദനിപ്പിക്കുന്നതും വളരെ മോശമായതും യാതൊരു മര്യാദയും മലയാളിക്കില്ലെന്ന് ബോധ്യപ്പെടുത്തുന്നതുമാണ് ചില മനുഷ്യരോടുള്ള ഈ മലയാളികളുടെ പെരുമാറ്റം. വലിയ മാർഗമുള്ളവൻ്റെ മുന്നിൽ മടിശീല അഴിച്ചിട്ട് വെള്ളച്ചീലയ്ക്ക് തടുക്കിടാൻ അവനൊരു മടിയുമില്ല. എന്നാൽ മാർഗമില്ലെന്ന് തോന്നുന്നവന് മുന്നിൽ അഭ്യാസിയും അഹങ്കാരിയുമായി കാണിക്കുന്ന മലയാളി തെമ്മാടികളുടെ എണ്ണം ധാരാളമായി പലയിടങ്ങളിലും ഉണ്ടാകാറുണ്ട്. ഞാനിത് പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല. ഇന്നൊരു വാർത്ത കാണാനിടയായി. പെട്രോൾ അടിച്ച പണം ചോദിച്ച പമ്പ് ജീവനക്കാരനെ കാറിടിച്ച് കൊലപ്പെടുത്താൻ പോലീസുകാരൻ്റെ ശ്രമം. ഇത് കാറിടിച്ച് കൊലപ്പെടുത്താനേ ശ്രമിച്ചുള്ളൂ. ഇതുപോലെ ഈ വൃദ്ധരും പാവപ്പെട്ടവരുമായ ചില മനുഷ്യരോട് മലയാളി പെരുമാറുന്ന മര്യാദയില്ലാത്ത ഒരു നിലപാടും ഒരഭിപ്രായവും ഉണ്ട്. നമ്മൾ പലരും കണ്ടിട്ടുള്ളതുമാണ് പലരോടും പെരുമാറുന്നത്. പക്ഷേ വേറെ കുറച്ച് മാന്യന്മാരായ ആളുകൾക്കൊരു പ്രത്യേകതയുണ്ട്. അങ്ങനെ ആരോടെങ്കിലും പെരുമാറിയാൽ എന്തിന് അവനോട് തർക്കിക്കാൻ പോകണമെന്നോർത്ത് നമ്മൾ നമ്മുടെ പാടേ വിധിയെന്ന് പറഞ്ഞ് കണ്ടോണ്ടങ്ങ് പോവും. ഇത് കല്യാണ വീട്ടിലെ പാർക്കിങ്ങിൽ കാണാം, പെട്രോൾ പമ്പിൽ കാണാം, ചിലപ്പോൾ ചില ഹോട്ടലുകളിൽ കാണാം, ഓഡിറ്റോറിയങ്ങളിൽ കാണാം. കഷ്ടമാണ് ഈ സംഗതി. ഈ കേരളത്തിൽ ആരോഗ്യ സൂചികയിൽ നമ്മൾ ഒത്തിരി മുന്നിലെത്തി ഭയങ്കര മഹത്തായ നേട്ടം കൈവരിച്ചു എന്ന് പറയുമ്പോൾ ഈ പ്രൊലോങ്ഡ് ഏജിങ്ങിനൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ ചിലപ്പോൾ പറയുമല്ലോ കിടക്കാതങ്ങ് മരിച്ചു പോയല്ലോ എന്ന് പറയുന്നത് വലിയൊരു ഗുണമായി കാണുന്നവരുണ്ട്. എന്നാൽ ഒരുപാട് കാലം വാർദ്ധക്യം നീണ്ടു കിട്ടുമ്പോൾ ജീവിക്കാൻ ഒരു മാർഗവുമില്ലാതായിത്തീരുന്ന കുറേ മനുഷ്യരുണ്ട്. അതിൽ സങ്കടകരമായൊരു കാര്യം പറയട്ടെ, ഒത്തിരി വിമുക്ത ഭടന്മാർ പോലുമുണ്ട്. സൈനിക സേവനം നടത്തിയവരുണ്ട്. 1-2 മക്കളുള്ളത് വഴിപിഴച്ചു പോയാലോ കൈവിട്ടു പോയാലോ ഒരു പണിയും ആയില്ലെങ്കിലോ ഒക്കെ പിന്നീട് ജീവിക്കാനാവാതെ വരുമ്പോഴാണ് ഈ ഹോട്ടലുകൾക്ക് മുന്നിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിന്ന് ഓരോരുത്തരെ ഭക്ഷണം കഴിപ്പിക്കാൻ കയറ്റാനും അതിനും ഇതിനും ഒക്കെ ഇങ്ങനെ ആളുകളെ ക്ഷണിക്കുന്ന ഒരു സംഗതിയുമായി നിൽക്കുന്നത്. പിന്നെ പാർക്കിംഗ് ഗ്രൗണ്ടുകളിൽ വാഹനം മാറ്റിയിടാൻ വേണ്ടി നിൽക്കുന്ന ചിലരുണ്ട്. വെറും കൊല്ലുന്നനവേയുള്ള വെറും പാവപ്പെട്ടവരായ മനുഷ്യർ. അവരോട് മര്യാദകേട് കാണിക്കുന്ന ഒരുപാട് മലയാളികളുണ്ട്. ഒന്ന് മാറ്റിയിടാൻ പറഞ്ഞാൽ യാതൊരു മര്യാദയുമില്ലാതെ അയാളുടെ കാര്യമാണെന്നുള്ളത് പോലെ അതിൻ്റെ ഇപ്പുറത്ത് മാറ്റിയിട്ട് ഡോറ് തുറന്നിറങ്ങി ഭാര്യയോ കൂട്ടുകാരോ ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ മുന്നിൽ കേമത്തരം കാണിച്ച് ഒരു തെറിയും ഒരു പൊട്ടിത്തെറിയും ഒക്കെ നടത്തും. ഈ നിൽക്കുന്ന പാവപ്പെട്ടവന് 1000 രൂപയോ 1500 രൂപയോ മുതലാളി കൊടുക്കുന്നത് വാഹനമെല്ലാം അടുക്കിയിടാനാണ്. അവിടെ ബ്ലോക്ക് വരികയോ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയോ ചെയ്താൽ അയാളുടെ കണക്കിനും കൊടുക്കും ഈ പാവപ്പെട്ടവന്. ഇതുപോലെ തന്നെയാണ് പെട്രോൾ പമ്പിൽ നിൽക്കുന്നവർ. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ നിൽക്കാറുണ്ട് ഭയങ്കര ഗതികേട് കൊണ്ട്. നമ്മളൊക്കെ റീൽസ് എടുത്ത് പടമൊക്കെ എടുത്ത് ഭയങ്കരമായ 1-2 പോസ്റ്റുകളൊക്കെ ഇട്ട് രതിമൂർച്ച അടയും. അതിനപ്പുറത്തേക്ക് അവരുടെ ജീവിതത്തിൻ്റെ ഒരു സ്ഥിതിവിശേഷം ആലോചിച്ച് നോക്കൂ. ഈ പമ്പിൽ നിന്ന് രാവിലെ മുതൽ ഇത് അടിക്കുമ്പോൾ ഈ ശ്വസിക്കുന്നത് മുഴുവൻ കെമിക്കലാണ്. ഒരു 6 മാസത്തിൽ കൂടുതൽ ഒരാൾക്ക് പെട്രോൾ പമ്പിൽ ജോലി ചെയ്യാനാവില്ല. ചുമയോ വിമ്മിഷ്ടമോ അലർജിയോ ഒക്കെ വരും. പിന്നെ അത്ര ഗതികേട് കൊണ്ടാണ് പോയി നിൽക്കുന്നത്. അത് മണിക്കൂറുകളോളം നിൽക്കുമ്പോഴാണ് എന്തെങ്കിലും ഒരു നക്കാപ്പിച്ച ശമ്പളം കിട്ടുന്നത്. ഇത് ഓടി നടന്ന് ചെയ്യുക. പലരും രോഗികളാണ്. ഈ പമ്പിലൊക്കെ നിൽക്കുന്ന ആളുകളുടെ വീടുകളിലേക്ക് ചെന്ന് കണ്ടാൽ വളരെ ദയനീയമാണ്. ഒരുത്തൻ കാറിൽ ഇങ്ങോട്ട് വന്ന് AC ഒക്കെ ഇട്ട് അതിനകത്തിരുന്ന് ഗ്ലാസ് താർത്ത് പൊക്കി അതങ്ങോട്ട് നീട്ടിക്കൊടുത്ത് ഇതിൻ്റെ ഇടയ്ക്ക് മൊബൈലിൽ മെസ്സേജ് വായിച്ച് 2 കോളും ചെയ്യുന്ന പോലെയല്ല അവിടെ പൊടിയിലും മണ്ണിലും നിൽക്കുന്നവൻ. അതുകൊണ്ട് ഇത്തരം തെമ്മാടികളെ, ഈ ദുർബലരായ മനുഷ്യരെ ചീറ്റ് ചെയ്യുന്ന തെമ്മാടികളെ കൈകാര്യം ചെയ്യാൻ കർശനമായ വ്യവസ്ഥ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ഇപ്പോൾ യവൻ വണ്ടി കയറ്റിക്കൊണ്ട് കൊല്ലാൻ ശ്രമിച്ചു. അവനെന്തോ പോലീസുകാരനാണ് ക്യാമ്പിലെ. അവനൊരു ചുക്കും ചുണ്ണാമ്പും സമ്മതിക്കില്ല. വേണമെങ്കിൽ അവനോട് ഇയാൾ വളരെ മോശമായി പെരുമാറി എന്നൊരു സംഗതി ഉണ്ടാക്കും. ഈ പമ്പ് മുതലാളിയും ചിലപ്പോൾ ഈ പാവം തൊഴിലാളിയോടൊപ്പം നിൽക്കില്ല. സഹിക്കുന്നത് മുഴുവൻ ഇയാളായിരിക്കും. പിന്നെ അവനൊക്കെ അനുഭവിക്കുന്നത് എപ്പോഴാണെന്നറിയോ? ദൈവം ഓരോ ശിക്ഷ കൊടുക്കുമ്പോൾ മാത്രമാണ്. ചിലപ്പം കിടന്ന കിടപ്പിൽ മലമൂത്ര വിസർജനം പോയി മുട്ടിലെഴയുമ്പോഴാണ് അതൊക്കെ ഇങ്ങനെ ഞാൻ ചെയ്തിരുന്നതാണെന്ന് ചിലപ്പോൾ ഓർക്കേണ്ടി വരിക. അങ്ങനെങ്കിലും ദൈവം കൊടുത്തിരുന്നെങ്കിലെന്ന് പ്രാർത്ഥിക്കുകയാണ് അവനൊക്കെ.